ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അഹല്യാസ്തുതി. അങ്ങയെ ദർശിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ കൃതാർത്ഥനയായി. ജഗന്നാഥ, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവർ പോലും കൊതിക്കുന്ന അങ്ങയുടെ പാദരേണുക്കൾ എനിക്ക് ലഭിച്ചുവല്ലോ. കൽപ്പങ്ങളിലെ ആരാധന കൊണ്ട് അതിന് കഴിയുമോ? അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരം തന്നെ. ആനന്ദമയനും മായാസ്വരൂപനും പൂർണ്ണനും അചഞ്ചലനും ആയ അങ്ങ് മനുഷ്യരൂപം പൂണ്ട് ഇങ്ങനെ മോഹിപ്പിക്കുന്നുവല്ലോ. അങ്ങയുടെ പാദരേണുക്കളാൽ പവിത്രയായ ഗംഗ ബ്രഹ്മാവിനെയും ശിവനെയും വരെ പവിത്രമാക്കുന്നു. എനിക്കും അങ്ങയുടെ പാദസ്പർശം ലഭിച്ചുവല്ലോ. എന്ത് പുണ്യമാണാവോ ഞാൻ ചെയ്തിട്ടുള്ളത്. മനുഷ്യാവതാരമെടുത്ത സൗന്ദര്യവാനായ വീരപരാക്രമിയും ധനുർധനനുമായ നാശരഹിതനും ആദിയും അവസാനമില്ലാത്തവനുമായ രാമനെയല്ലാതെ മറ്റാരെയും ഞാൻ ഭജിക്കുകയില്ല. വേദങ്ങൾ ആരുടെ പാദങ്ങളെയാണോ കാംക്ഷിക്കുന്നത്, ബ്രഹ്മാവ് ആരുടെ നാഭിയിൽ നിന്നാണോ ഉണ്ടായത്, ശിവൻ ആരുടെ നാമമാണോ ജപിക്കുന്നത്, ആ ഭഗവാനെ ഞാൻ നിത്യവും വന്ദിക്കുന്നു. നിത്യവും ബ്രഹ്മലോകത്ത് ശിവനും ബ്രഹ്മാവും സരസ്വതിയും നാരദനും പാപനാശകമായ രാമചരിതം കീർത്തിക്കുന്നു. കാമരാഗാദികൾ തീർന്ന് ആനന്ദമുണ്ടാകുവാൻ ഞാനും രാമനെ ശരണം പ്രാപിക്കുന്നു. അങ്ങ് സകല ചരാചരങ്ങൾക്കും ഗുരുവാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ രൂപം സ്വീകരിച്ച് ഭൂമിക്ക് നന്മ ഉണ്ടാകുവാൻ അവതരിച്ച കാരുണ്യമൂർത്തിയായ അങ്ങയെ ഞാൻ എന്നും ഭക്തിപുരസരം സേവിക്കുന്നു. പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി മായാഗുണത്താൽ ത്രിമൂർത്തികളായി അവതരിച്ച വേദാന്തദേവിയൻ എൻ്റെ മനസ്സിൽ വിളങ്ങിടട്ടെ. ലക്ഷ്മി ദേവിയുടെ കൈകളാൽ പൂജിക്കുന്നവനും ദിവ്യന്മാർ അനുസ്മരിക്കുന്നതും 3 കാൽവയ്പുകളാൽ 3 ലോകങ്ങളെയും അളന്നതും ബ്രഹ്മാവ് കൈകളാൽ തഴുകിയതും ശുദ്ധാത്മാക്കൾക്ക് ആശ്രയമായതും ഐശ്വര്യമേറിയതുമായ പാദപത്മങ്ങൾ ഞാൻ വന്ദിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായതും ലോകത്തിന് ആധാരവും നിർവികാരനും സാക്ഷിഭൂതനുമായ അങ്ങ് സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നവനുമാണല്ലോ. അജിതനും നിരഞ്ജനയുമായ വാക്കുകളാൽ നിർവചിക്കാൻ കഴിയാത്ത അങ്ങ് വാക്കുകളെ കൊണ്ട് ആനന്ദ രൂപനാണ്. വാച്യവും വാചകവുമായ അങ്ങ് എൻ്റെ വാക്കിന് വിഷയമായി തീരണമേ. അങ്ങയുടെ സേവകന്മാർക്ക് പോലും കാര്യം, കാരണം, കർത്താവ്, ഫലം, സാധനം എന്നീ ഭേദങ്ങൾ പല രൂപത്തിൽ മായ കൊണ്ട് തോന്നിക്കുന്നതാണെന്ന് അറിയില്ല. അങ്ങയുടെ മായയാൽ മനസ്സു മരവിച്ച അജ്ഞാനികൾക്ക് അങ്ങയുടെ മഹത്വം അറിയില്ലല്ലോ. പ്രപഞ്ചത്തിന് അകത്തും പുറത്തും എല്ലാം നിറഞ്ഞിരിക്കുന്ന അങ്ങയെ അറിവില്ലാത്തവർ മനുഷ്യനെന്ന് കരുതുന്നു. ത്രിഗുണങ്ങളോട് കൂടിയ അങ്ങ് സത്തയുടെ ഉള്ളിലുള്ള ആത്മാവാണ്. അങ്ങ് ഭക്തർക്ക് മുക്തിയും യുക്തന്മാർക്ക് യോഗവും ശക്തന്മാർക്ക് ഭോഗവും സിദ്ധന്മാർക്ക് സിദ്ധിയും പ്രദാനം ചെയ്യുന്നു. സർവദേവതാമയനും അഹങ്കാരമില്ലാത്തവനും തത്വജ്ഞാനിയും ഉപമിക്കാൻ കഴിയാത്തവനും നിരാധാരനും കാരണമില്ലാത്തവനും കർമ്മരഹിതനും ആയ അങ്ങ് സകല സത്യങ്ങളുടെയും ആധാരമാണ്. സച്ചിൻ ബ്രഹ്മാത്മകനായ അങ്ങയുടെ തത്വം ബുദ്ധിഹീനയായ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എവിടെയായിരുന്നാലും അങ്ങയിലുള്ള ഭക്തിക്ക് ഇളക്കം തട്ടരുതേ എന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഭക്തവത്സല ഋഷികേശ, ഞാൻ അങ്ങയെ എല്ലായ്പ്പോഴും വണങ്ങുന്നു. എൻ്റെ സകല കർമ്മങ്ങളും അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. തെറ്റുകൾ എല്ലാം പുറത്ത് ക്ഷമിച്ചാലും കോടി സൂര്യപ്രഭയോട് കൂടിയവനും പാപതാരിയും മേഘവർണ്ണനും കനകകുണ്ടലങ്ങളോട് കൂടി ശോഭിക്കുന്ന കവിൾത്തടത്തോട് കൂടിയവനും താമരക്കണ്ണനും ബ്രഹ്മാവ് പോലും നമസ്കരിക്കുന്നവനുമായ രാമൻ ഞാൻ വന്ദിക്കുന്നു. ഇപ്രകാരം മുന്നിൽ നിൽക്കുന്ന ശ്രീരാമനെ അഹല്യ കൈകൂപ്പി സ്തുതിച്ചു. പവിത്രയായി തീർന്ന അഹല്യ ഭർത്താവായ ഗൗതമനോട് ചേർന്ന് സുഖമായി വസിച്ചു. ഈ സ്തുതി
അഹല്യാസ്തുതി ഭക്തിയോടെ ജപിക്കുന്ന മനുഷ്യൻ എല്ലാ പാപങ്ങളും തീർന്ന് ശുദ്ധനായി പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരും. ഭക്തിയോടെ ഈ സ്തുതി ജപിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും. എത്ര വലിയ പാപം ചെയ്തവനും ശ്രീരാമനെ ധ്യാനിച്ച് ഈ അഹല്യാസ്തുതി ചൊല്ലിയാൽ മോക്ഷം ലഭിക്കും. നല്ലവർ ജപിച്ചാൽ പെട്ടെന്ന് മോക്ഷം കിട്ടും. ശ്രീരാം ജയ് രാം, ജയ് ജയ് രാം.